ഇറാനിൽ സൈനിക നടപടി ഉടനില്ലെന്ന് സൂചന നൽകി ട്രംപ്. പിടിയിലായ ഇറാൻ പ്രക്ഷോഭകാരി ഇർഫാൻ സൊൾട്ടാനിയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം മാറ്റിവെച്ചതായും വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഖത്തറിലെ US സൈനിക സംവിധാനങ്ങളെ പിൻവലിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു. ഇറാന്റെ ആക്രമണം മുൻകൂട്ടിയുണ്ടായിരുന്നായിരുന്നു നടപടി. Been notified and pretty strongly, but we'll find out what that all means. But we've been told that the killing in Iran is stopping, and it's stopped, and it's stopping. And there's no plan for executions or an execution or executions. So I've been told that a good authority. We'll find out about it. I'm sure if it happens, we'll all be very upset, including you will be very upset. But that's just gotten to me some information that the killing has stopped, that the executions have stopped. They're not going to have an execution, which a lot of people were talking about for the last couple of days. Today was going to be the day of execution. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? നമ്മുടെ അതിസങ്കീർണമായ ഒരു സാഹചര്യം ഇന്നലെ രാത്രി ഉടലെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ നേരത്തെ നമ്മൾ കേട്ട വാക്കുകൾ ഏറ്റവും പ്രസക്തമാകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ അതിശക്തമായ പ്രക്ഷോഭം തുടരുകയും ജനങ്ങൾ വല്ലാത്ത രീതിയിൽ വളരെ കഠിനമായ ബുദ്ധിമുട്ട് ഭരണകൂടത്തിന്റെ മർദ്ദക നയത്തിലൂടെ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു തീരുമാനം ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന സൂചനയെല്ലാം തന്നെ അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ നൽകുകയും ആരാണോ തങ്ങളെ ആക്രമിക്കുന്നത് അവരുടെ പേരുവിവരങ്ങൾ ശേഖരിച്ചു വെക്കുക എന്ന നിലപാടെല്ലാം അറിയിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് തുടർ നടപടികളിലേക്ക് നീങ്ങിയേക്കുമെന്ന സൂചന ലഭിക്കുകയും ഇന്നലെ ഖത്തറിലെ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ എയർഫോഴ്സ് ബേസിലുണ്ടായിരുന്ന അലുദൈദ എയർപോർട്ടിലെ എയർഫോഴ്സ് ബേസ് ഉണ്ടായിരുന്ന ആ വിമാനങ്ങൾ പിൻവലിക്കുന്ന നീക്കങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. അത് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായും അതുപോലെ തന്നെ ഇറാനെതിരെ ആക്രമണം ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു സൈനിക കേന്ദ്രീകരണമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിന്റെ വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇറാനിൽ നിന്നും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഏതാണ്ട് 2-2.5 മണിക്കൂർ മുമ്പാണ് ട്രംപ് ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തത്. ഇറാനിൽ നിന്നുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രക്ഷോഭകാരികൾക്കെതിരായ കടുത്ത നടപടികൾ ഇറാൻ നിർത്തിവെക്കുന്നു എന്ന സൂചന ലഭിച്ചു എന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇർഫാൻ സൊൾട്ടാനിയുടെ വധശിക്ഷ, അതായത് 26 വയസ്സുള്ള ഇർഫാൻ സൊൾട്ടാനി എന്ന പ്രക്ഷോഭകാരിയെ പിടികൂടി ഉടൻ വധശിക്ഷ നടപ്പാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതും നിർത്തിവെച്ചു എന്ന വിവരങ്ങൾ ലഭിച്ചതായാണ് കൃത്യമായും ട്രംപ് അറിയിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ സൈനിക നടപടി ഉണ്ടായേക്കില്ല എന്ന സൂചന തന്നെ ലഭ്യമാക്കുന്ന രീതിയിൽ ട്രംപിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് സൈനിക നടപടി സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം നൽകിയില്ലെങ്കിലും ഇക്കാര്യത്തിലുള്ള ചില സൂചനകൾ, അതായത് അദ്ദേഹത്തിന്റെ മറുപടിയിലെ ചില പ്രത്യേകതകളും സ്വഭാവവും പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊരു സൈനിക നടപടിയുടെ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷേ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന ഒരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു സങ്കീർണാവസ്ഥ നിലനിന്നിരുന്നു. ഇന്നലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഭാരതീയരായവരെ എല്ലാവരെയും തന്നെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും ഭാരതീയരോട് രാജ്യം ഇറാൻ വിട്ടുപോരാനുള്ള നിർദ്ദേശമൊക്കെ നൽകുന്ന ഒരു സാഹചര്യം കൂടി വന്നു. മറ്റു രാജ്യങ്ങളും സമാന രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചതോടെയാണ് ഇറാനെതിരെ സൈനിക നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചന ലഭ്യമായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി, അതായത് ഇറാനിൽ പ്രക്ഷോഭം ശക്തമാകുന്നു, അതുപോലെ തന്നെ നിയന്ത്രണാതീതമായി സൈന്യത്തിന്റെ മർദ്ദക നീക്കങ്ങൾ നടക്കുന്നു, അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഒരു അമേരിക്കൻ ഇടപെടൽ സാധ്യത മുൻകൂട്ടി കാണുകയും അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അത്തരം സൂചനകൾ തന്റെ സമൂഹ മാധ്യമത്തിലൂടെ നൽകുകയും ചെയ്തത്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറിമറിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഒരു സൈനിക നടപടിയുടെ സാധ്യതയില്ല എന്ന മാത്രമല്ല, സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള രീതിയിലുള്ള നീക്കങ്ങൾ ഇറാനിൽ നടക്കുന്നുവെന്ന ഏതാണ്ട് പ്രത്യക്ഷമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രസ്താവനയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും എന്നാൽ തുടർ നടപടികൾ ഏത് രീതിയിൽ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, വെനസ്വേലയിലെ സൈനിക നടപടികൾക്ക് മുന്നോടിയായി വൻതോതിലുള്ള ഒരു സൈനിക നീക്കം അമേരിക്ക നടത്തിയിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നിലവിൽ ഈ സാഹചര്യത്തിൽ ലഭ്യമാകുന്നില്ല. ഈ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സൂചനകൾ ലഭ്യമാകാത്തതിനാൽ ഉടൻ തന്നെ സൈനിക നടപടിയിലേക്ക് നീങ്ങുന്ന സാധ്യത ഇല്ല എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി അമേരിക്കയുടെ ഇക്കാര്യത്തിലെ നിലപാട് കാത്തിരുന്ന് തന്നെ അറിയേണ്ടതുണ്ട്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാനിൽ പൊതു സംവിധാനങ്ങൾ അതുപോലെ തന്നെ തുടരുകയും അമേരിക്കയുടെ നിലവിലെ ആ ഒരു സ്റ്റേറ്റസ് കോ അമേരിക്ക മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നത്. ട്രംപ് വിശദീകരിക്കുന്നത് പ്രക്ഷോഭകാരികൾക്കെതിരെ ആക്രമണം തുടരുകയാണെങ്കിൽ കടുത്ത നടപടി എന്ന തന്റെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നൊരു സാഹചര്യങ്ങൾ ഇറാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിശ്വസനീയമായ എന്തായാലും ഇറാനിൽ ഉടൻ സൈനിക നടപടിയില്ലെന്നുള്ള സൂചനയാണ് ഇപ്പോൾ നിലവിലുള്ളത്.
ഐസൻ ജസാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.